ഇന്ന് നമുക്ക് 2026 PSC ബുള്ളറ്റിൻ സപ്ലിമെൻറ്റിലെ കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. കാശ്മീരിലെ ചിനാർ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജമ്മു കാശ്മീർ സർക്കാർ അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് ഡിജിറ്റൽ ട്രീ ആധാർ. ഡിജിറ്റൽ ട്രീ ആധാർ ജമ്മു കാശ്മീരിലെ ഒരു പദ്ധതിയാണ്. കാശ്മീരിലെ ചിനാർ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഡിജിറ്റൽ ട്രീ ആധാർ. മക്കാന ഉൽപ്പാദനം, മക്കാന എന്താണ് താമരവിത്ത്, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മക്കാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാർ. മക്കാന ഉൽപ്പാദനം, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മക്കാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാർ. നദികൾ, തടാകങ്ങൾ, ശുദ്ധജല സ്രോതസ്സുകളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാംപൂവിൻ്റെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. നദികൾ, തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാംപൂവിൻ്റെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. അന്താരാഷ്ട്ര മില്ലറ്റ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച നഗരം ബംഗളൂരു. അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച നഗരം ബംഗളൂരു. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ബന്നാർഘട്ട് ബയോളജിക്കൽ പാർക്ക്, കർണാടക. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ബന്നാർഘട്ട് ബയോളജിക്കൽ പാർക്ക്, കർണാടക. ഇന്ത്യയിലെ 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയുടെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ഡയസാലായി. അതിൻ്റെ അർത്ഥം തീപ്പെട്ടി എന്നാണ്. ഇന്ത്യയുടെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ഡയസാലായി. ഡയസാലായി എന്നതിൻ്റെ അർത്ഥം തീപ്പെട്ടി എന്നാണ്. ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട MF ഹുസൈൻ വരച്ച ഇന്ത്യൻ പെയിൻറ്റിംഗാണ് ഗ്രാം യാത്ര. ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട MF ഹുസൈൻ വരച്ച ഇന്ത്യൻ പെയിൻറ്റിംഗാണ് ഗ്രാം യാത്ര. അപ്പോൾ ഗ്രാം യാത്ര ആരുടെ പെയിൻറ്റിംഗാണ്? MF ഹുസൈൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാജാ രവിവർമ്മയുടെ 2 ചിത്രത്തിൻ്റെ പേര് പഠിച്ചിരുന്നു. ഒരെണ്ണം റിദ്ധി സിദ്ധി ഗണപതി, അത് 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. പിന്നെ പഠിച്ചത് മെഹബൂബ് അലി ഖാൻ അസഫ്ജ അറാമൻ, ഹൈദരാബാദ് നൈസാമിൻ്റെ ചിത്രമാണ് മെഹബൂബ് അലി ഖാൻ അസഫ്ജ അറാമൻ. മുംബൈ പുണ്ടോൾ ആർട്ട് ഗാലറിയിലെ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ ചിത്രമാണ് റിദ്ധി സിദ്ധി ഗണപതി. അവിടെ തന്നെ 2.6 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ഹൈദരാബാദ് നൈസാമിൻ്റെ ചിത്രമാണ് മെഹബൂബ് അലി ഖാൻ അസഫ്ജ അറാമൻ. ഇവിടെ ഇപ്പം എന്താ പഠിച്ചത്? ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട MF ഹുസൈൻ വരച്ച ഇന്ത്യൻ പെയിൻറ്റിംഗാണ് ഗ്രാം യാത്ര. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ എത്ര വർഷമാണ് 2025 തികഞ്ഞത്? 50 വർഷം. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25-നാണ്. അതിൻ്റെ 50ാം വാർഷികമായിരുന്നു 2025. ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് 2025. ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് 2025. ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ബീഹാറാണ്. 2020-ലാണ് ബീഹാറിൽ ഹരിത ബജറ്റ് അവതരിപ്പിച്ചത്. 2025 ഇന്ത്യയിൽ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ബീഹാറാണ്. അത് 2020-ലായിരുന്നു. 2025 ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, IBCA. അതിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, IBCA.
ആസ്ഥാനം ഡൽഹി. 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകൾ സക്കരക്കോട്ട പക്ഷിസങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട്, കെച്ചേപാൽരി തടാകം സിക്കിം, ഉദുവ തടാക പക്ഷിസങ്കേതം ജാർഖണ്ഡ്. 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകളാണ് സക്കരക്കോട്ട പക്ഷിസങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട്, കെച്ചേപാൽരി തടാകം സിക്കിം, ഉദുവ തടാക പക്ഷിസങ്കേതം ജാർഖണ്ഡ്. ഇതോടെ 96 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച മദ്രാസ് IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനി ത്വസ്ത. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച മദ്രാസ് IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ത്വസ്ത. ഇന്ത്യയിൽ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയ. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മേഘാലയ. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ബോട്സ്വാന. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നത് ബോട്സ്വാന രാജ്യത്ത് നിന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്, റായ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡിലാണ്, റായ്പൂറിൽ. രാജ്യത്തിനുടനീളമുള്ള ആൻറ്റി റാബിസ് വാക്സിനുകളുടെയും ആൻറ്റി സ്നേക്ക് വെനത്തിൻ്റെയും തത്സമയ ലഭ്യത ട്രാക്കു ചെയ്യാനും നിയന്ത്രിക്കാനും രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൂവിൻ. രാജ്യത്തുടനീളമുള്ള ആൻറ്റി റാബിസ് വാക്സിനുകളുടെയും ആൻറ്റി സ്നേക്ക് വെനത്തിൻ്റെയും തത്സമയ ലഭ്യത ട്രാക്കു ചെയ്യാനും നിയന്ത്രിക്കാനും രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സൂവിൻ. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അമരാവതി. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അമരാവതി. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈയിലാണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈയിൽ. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം മുംബൈ. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം മുംബൈ. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനമാണ് ഡിജിപിൻ, ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനമാണ് ഡിജിപിൻ, ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. നാവികസേനയുടെ INSV തരിണി എന്ന പായ് വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന K, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ അഴഗിരി സ്വാമി. ദൗത്യത്തിൻ്റെ പേര് നാവിക സാഗർ പരിക്രമ 2. നാവികസേനയുടെ INSV തരിണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന K, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ അഴഗിരി സ്വാമി. ഈ ദൗത്യത്തിൻ്റെ പേര് നാവിക സാഗർ പരിക്രമ 2. അപ്പോൾ ഇവർ ലോകം ചുറ്റിയ പായ്ക്കപ്പലിൻ്റെ പേരാണ്, പായ്വഞ്ചിയുടെ പേരാണ് INSV തരിണി. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോർ, ഉദയ്പൂർ. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂറും. അപ്പോൾ പുതിയതായിട്ട് ഉൾപ്പെട്ട കുറച്ച് സങ്കേതങ്ങൾ നമ്മൾ പഠിച്ചിരുന്ന ഏതൊക്കെയാണ്? സക്കരക്കോട്ട പക്ഷിസങ്കേതം, തേർത്തങ്കൽ പക്ഷിസങ്കേതം രണ്ടും തമിഴ്നാട്ടിലാണ്. കെച്ചേപാൽരി തടാകം സിക്കിമിലാണ്. ഉദ്വ തടാക പക്ഷിസങ്കേതം ജാർഖണ്ഡ്. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങളാണ് ഇൻഡോർ, ഉദയ്പൂർ.
2026 നടക്കാനിരിക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2026 നടക്കാനിരിക്കുന്ന AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2026 നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? 16ാമത്തെ സെൻസസ്. ഇന്ത്യയുടെ 16ാമത്തെ സെൻസസ് ആണ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്.